കുഞ്ഞെടുക്ക അല്ല നിങ്ങളൊക്കെ ആരാ? അടിച്ച് മൂക്ക് പുറത്തുകളെ. ചാണ്ടിച്ചാനായിരുന്നോ? ഇത് ഏതാടിയാ സത്തുകള്? അല്ല നിങ്ങൾ എവിടാ താമസിക്കുന്നേ? എനിക്ക് പരിചയമുള്ളവനാണോ? മൈക്കിളിച്ചാന്റെ ചേട്ടച്ചേരാ വല്യമ്മച്ചി. ആണോ? ഞാനും വേണം പേടിച്ചു പോയല്ലോ. പേടിക്കാൻ നിങ്ങളാരും മനുഷ്യരെ കണ്ടിട്ടില്ലയോ? കള്ളം കള്ളനെന്ന് പറഞ്ഞു ഒരൊറ്റ അലർച്ചയാ. സത്യം പറഞ്ഞ ഞാനാ പേടിച്ചേ. എന്റെ കുഞ്ഞിറക്കനോട് പെണ്ണെ കിടക്കുക ആണോ? നീ വാ. ഇച്ചാനോ? എന്നതായിരുന്നു താഴെ ബഹളം? അതൊക്കെ പോട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കാലിന്? എന്റെ ഈശോയെ, എന്നാ കെട്ടായത്? എല്ലാം പറഞ്ഞു ഞാനോടാ. ഏത് ഡോക്ടറായി നീ കാണിച്ചേ? വേണ്ടാത്ത പണിക്ക് പോയിട്ട് കാല് കളഞ്ഞല്ലോടാ കുഞ്ഞെ. അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല ചായ. എന്ന് നീയാണോ തീരുമാനിക്കുന്നേ? നമുക്ക് ഉടനെ പോവാം. നാട്ടിൽ പോയിട്ട് നല്ല ഡോക്ടർമാരെ കാണിക്കാം. ഞാൻ പോയി വണ്ടി വിളിച്ചോണ്ടിരാം. വണ്ടി പിടിക്കാം. ഇച്ചാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലോ. ആദ്യം ഒന്ന് കുളിക്കേ, എന്നിട്ട് വല്ലതും കഴിക്കാം. എടാ കുളിയും കളിയൊക്കെ പിന്നെ നീ ഒന്ന് വേഗം റെഡിയാക്കേ. എന്റെ ഇച്ചായ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വെയിലൊന്ന് ചാഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം. എടാ വണ്ടിക്കകത്ത് എവിടെ നിന്നാടാ വെയില്? ഈ ഇച്ചായ നീ ചെന്നാ സോപ്പും തോർത്തെടുത്തോട്. എടാ കുഞ്ഞർക്ക, ഞാൻ വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ട് ഇച്ചായ. നിങ്ങളാരും ഡോക്ടർമാരല്ലോ. പക്ഷെ ഡോക്ടർ പറഞ്ഞല്ലോ. ഇവിടെ എന്ത് ഡോക്ടറാണ്? നല്ല ഡോക്ടറാ നോക്കിയേ. എനിക്കൊന്നും കേക്കണ്ട. കാല് പോയാ പോയതാ. നഖവും മുടിയും പറ്റിയാ പിന്നെ വളരും. അതുപോലാന്നോ കാല്? ശരി, ഇച്ചായം പോയിന്ന് കുളി, എന്നിട്ട് നമുക്ക് നാട്ടിൽ പോവാം. നിന്റെ ഒരു ഒടുക്കത്തെ കുളി. അതാ സോപ്പ് നിർത്തുന്ന. എവിടെ വിളിക്കുന്നേ? താഴൊരു കിണറുണ്ട്. അല്ലെ പിന്നെ ഒരു പറളം അങ്ങോട്ട് വരെ പുഴയുണ്ട്, ആ ഭാഗത്തായിട്ട്. ഓ എന്നാ പിന്നെ പുഴ തന്നെ ആയിക്കോട്ടെ. ഓ എന്നിട്ട് നാട്ടിലോട്ട് പുറപ്പെടാൻ പോവാണോ? ഓ ആര് പുറപ്പെടാനാ? ഇച്ചായം കുളിയെ ഞങ്ങൾ വരട്ടെ, മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ വന്ന മൂച്ചിൽ ഏർക്കാൻ നിന്നാണ്ടല്ലോ. നിനക്കറിയാലോ ചായനെ, പുള്ളിക്കാരൻ എന്നെ പൊക്കിയെടുത്ത് അങ്ങ് പോകും. ആ നീ ചായന് കഴിക്കാൻ തരുന്നുണ്ട്. ഓ കുളിച്ചപ്പോ നല്ല വിശപ്പ്. നീ ഉണ്ണുന്നില്ലോടാ? കഞ്ഞി കുടിച്ചിട്ട് അധികം നേരം ആയില്ല. ഇതെന്താ മുട്ടയോ? കോഴിയിറച്ചി ഇല്ലൂടി? അത് കോഴിയിറച്ചിക്ക് കവലേ പോണ ചായ. എനിക്ക് വയ്യാത്തോണ്ട്. അയ്യയ്യോ, ഇതെങ്ങനെ ഉണ്ണാനാ? ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കോഴിയിറച്ചില്ലാതെ ഉണ്ടിട്ടില്ല. ഇവിടെ അടുത്ത വീടുകളൊന്നും കോഴിയെ കിട്ടത്തില്ലൂടി. ഇല്ല ചായ. അതെവിടുന്ന? അത് താഴത്തെ വീട്ടുകാർ വളർത്തുന്നതാ. ചേടാ, എങ്കിൽ പിന്നെ അവരോട് മേടിച്ചാ പോരായിരുന്നോ? അവര് കോഴിയെ വിൽക്കത്തില്ല. അതെന്നാ? കോഴി സമ്മതിക്കത്തില്ലയോ വിൽക്കാൻ? അത് നമുക്ക് രാത്രിയിലേക്ക് ഏർപ്പാടൊക്കെ ചേ. ഊണെന്ന് പറഞ്ഞാ ഉച്ചയല്ലൂടാ. മാത്രമല്ല നമുക്ക് ഉടനെ പോകണ്ടായോ? ആ ദീച്ചയുള്ള കറി വിട്ട് ഊണ് കഴിക്കും. ആ ഇതറിഞ്ഞിരുന്നേ കോഴിയെ ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ. ഓരോ വിധി. മുട്ടയെങ്കിൽ മുട്ട. കുഞ്ഞുട്ടിച്ചാൻ എന്നാ ഈ നേരത്ത്? കട പൂട്ടിയോ? കട പൂട്ടും ആ സ്ഥിതിയിലായിരിക്കുക ഞാനിപ്പം. ഇന്നവിടെ നടന്നത് കച്ചവടമല്ല കൊച്ചേ, കൂട്ടത്തല്ല. കണ്ണാടി അലമാര 1, അലുമിനിയ പാത്രങ്ങൾ 3, ഗ്ലാസുകൾ 9, എല്ലാം തരിപ്പണമായി. അതോടെ പ്രശ്നം തീർന്നെന്നാ കരുതിയത്. ഇല്ല, വൈകുന്നേരമായപ്പോ തലേതൊരു വെച്ചുകെട്ടുമായി ഡ്രൈവർ തങ്കപ്പനും കൂട്ടരും വന്നു. അവന്റെ തലയ്ക്ക് പരിഹാരമായി ₹1000 ആ വഴിക്കും പോയി. കുഞ്ഞുട്ടിച്ചാൻ എന്നതായി പറയുന്നേ? മേളി താമസിക്കണ മൈക്കിളിനെ അന്വേഷിച്ച് വന്ന ഒരുത്തനാ തങ്കപ്പനെ ബസ്സിലോട്ടെറിഞ്ഞ് തല പൊളിച്ചതെന്ന് വൈകുന്നേരം ആ കടലവണ്ടിക്കാരൻ ഒരു സംശയം പറഞ്ഞു. നേരാന്നോ? ഇന്നിവിടെ ആരേലും വന്നായിരുന്നു? നിന്റെ അപ്പച്ചൻ വിചാരിച്ചു ഒത്തിട്ടില്ല. ആണോ? ആയിരിക്കും, ഈ വിളിപ്പടി തന്നെ ആയിരിക്കും. അവൻ ഓടിക്കട്ടെ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്തോന്നാ രാത്രിയിൽ ഈ ബഹളം? നിങ്ങളുടെ വല്യമ്മച്ചി മൈക്കിളച്ചാന്റെ ചേട്ടച്ചാരാ. അങ്ങേരന്ന് കവലയില് ഡ്രൈവർ തകപ്പന് തലയടിച്ച് പൊളിച്ചെന്ന്. എന്റെ ഈശോയെ, എന്നാത്തിനാ? ചാണ്ടിച്ചാൻ അവന്റെ കളിക്കുഞ്ഞെന്ന വിചാരം. ഇയാൾക്ക് നാട്ടിൽ എന്നതാ മോളെ ജോലി? അത് ചാണ്ടിച്ചാൻ പാർട്ടിക്കാരനാ. അതിന്റെ പ്രവർത്തനം. എന്താണ് പാർട്ടി? അത് KC കോറസർ പ്രസിഡന്റ് ആയിട്ടുള്ള പാർട്ടി. കേട്ടിട്ടില്ലേ? തിരുവിതാംകൂർ കോൺഗ്രസ്.
അതിന്റെ സെക്രട്ടറിയോ ഏതാണ്ട. എന്നെ ചോദിച്ചേ, ഇങ്ങനെ കവലയിൽ ആരെയോ തല്ലിന്ന്. ഏയ്, അത് ചാണ്ടിച്ചാനായിരിക്കത്തില്ല. എന്ന് ഞാനിങ്ങോട്ട് ചെല്ലട്ടെ. ഇതേതോ പുകഞ്ഞ വിത്ത. ഡ്രൈവർ തങ്കപ്പന്റെ ആൾക്കാർ പ്രതികാരം ചെയ്യാൻ നടക്കുക, തൽക്കാലം പുറത്തിറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞപ്പോ അവൻ പറയുക ഉടനെ തന്നെ അവരങ്ങോട്ട് വിട്ടേക്കാൻ, രാത്രി തന്നെ പ്രതികാരം ചെയ്ത് പോയിക്കോട്ടെന്ന്. മൈക്കിളിന്റെ കാലൊടിഞ്ഞ വിവരം അറിഞ്ഞേച്ച് വന്നതാണോ ഇവൻ? അതെ, തൽക്കാലം തിരിച്ചു പോകുന്നില്ലെന്ന്. അനിയച്ചാരെ കൃഷിയിൽ സഹായിക്കാൻ ഇവിടെ തന്നെ കൂടുക. ആണോ? കാര്യം ഞാൻ തങ്കപ്പന് 1000 രൂപ കൊടുക്കേണ്ടി വന്നെങ്കിലും ഇവന്റെ ഏറ് നല്ല ഉഷരനായിരുന്നു. തങ്കപ്പന് അത് കിട്ടേണ്ടുവാ. മൂക്കറ്റ തിന്നിച്ച് കാശ് തരില്ലെന്ന് പറഞ്ഞ. ആ, ഞാൻ പോവാ. കടയിൽ ബെഞ്ച് നന്നാക്കാൻ ആശാരി തപ്പണം. എന്ത് വാടിയത്? ആണുങ്ങളെ തല കഴുകനാൻ പാട് കിടക്കുമ്പോ നോക്കിക്കൊണ്ട് നിൽക്കും വന്നോ? എവിടുത്തെ കെട്ടിയെടുത്താവോ? ചുമ്മാ എന്നെ കയറി വഴക്ക് പറയുന്നു വല്യമ്മച്ചി. ആര്? ആ കാട്ടാളൻ ഡ്രൈവറുടെ തലവല്ലി പൊളിച്ചില്ലേ, ആ ചാണ്ടി. ആഹാ, എന്നാ ഇന്ന് വല്യമ്മച്ചി 2 വാക്ക് ചോദിച്ചിട്ട്. എന്നാത്തിനാ നിന്ന് കറി പറഞ്ഞത്? ഒരു കാര്യമില്ല വല്യമ്മച്ചി. എങ്കിൽ സാരമല്ല, വല്യമ്മച്ചി അവനോട് പിന്നെ ചോദിച്ചോളാം. മൈക്കിൾ ഇച്ചായനോട് പറഞ്ഞാൽ ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കുന്നതാ നല്ലത്. ആ, അത് തന്നെയാ നല്ലത്. എന്നാലും 1-2 ദിവസം ഇവിടെ താമസിച്ചുകൊണ്ട് പോട്ട് നമുക്കെന്നാ ചെയ്തം. നീ ചെന്നേ ആ കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാൻ നോക്ക്. ചെല്ല്. ഞാൻ പറഞ്ഞു കണ്ടിച്ച സ്ഥലം കാണിക്കാൻ. ഇവനറിയാമെങ്കിൽ നീ അതിനടി വരുന്നു. എനിക്കറിയാം അമ്മച്ചി. എന്റെ ഈശോയെ, എന്നാ വലിപ്പമായ കോഴിക്കൊക്കെ. കാശാൽ ടർക്കി കോഴി പോലെ ഇത്രയും വരികയല്ല. ഇതിനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടോ ഞാൻ ഇന്നലെ മുട്ട ഇനിയോടെ മക്കളെ? എന്റെ കോഴികളെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ. ഈ ഓടി പെണ്ണേ, വളർന്ന കോഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവൂലേ? ചാണ്ടിച്ചാനായിട്ട് ഓടിക്കാതെ എന്റെ മാറും കേട്ടോ. ഞാൻ ഇതാ വെച്ചാ നല്ലോണം മുളകും മല്ലി അരച്ചെങ്കിൽ പോയി 2 പച്ചത്തക്കായ മുറിച്ചിട്ടോ. വല്യമ്മച്ചേ, 50 രൂപയാണ്. നഷ്ടം എന്നാലും ആദ്യത്തെ കച്ചവടമല്ലേ, ഇരിക്കട്ടെ. ഇതങ്ങോട്ട് വാങ്ങിയാട്ടെ. പറ വെച്ചേ. ഇച്ചായൻ എങ്ങനെയാ? നീ അത് മറന്നോളാ. അല്ല, ഇന്ന് ഞായറാഴ്ചയല്ലോ, നമുക്ക് പള്ളിയിൽ പോണ്ടേ? யாருடாங்க? உன்னதான் யாரு கேட்காதா? யார் அது? வெளியே போடா. என்ன முறைச்சு பாக்குற? இது எங்க இடம்? வெளியே போக சொன்னா நீ ஏதாடா? புழுந்தானே. புழுந்தாரா? അതെന്നത്? നീതാണ്ടാ പുളുന്താരാ? പുളുന്താൻ ഞാൻ അല്ലേ? ഇത് മരുന്ന് വല്യപ്പച്ച. മരുന്ന? എന്നാ മരുന്ന്? മരുന്നല്ല, മരുത്. നമ്മുടെ വീട്ടില് പണി ചെയ്യാൻ വരുന്ന ആളാ. ഇതെന്റെ വല്യപ്പച്ചനാ മരുതേ. വല്യപ്പച്ചനാ? അതെന്നത്? അപ്പച്ചന്റെ ചേട്ടനാ. അപ്പടിയാ? വേറെ ഏതോ ആളുണ്ടെന്ന് ഞാൻ നിனைச்சே. എന്റെ നീ ഇപ്പൊ വാങ്ങിച്ച് കെട്ടിയാനെ. ആളെ മനസ്സിലായാലെന്ന് വെച്ച് ചുമ്മാ ഒരാളെ കയറി വാടാ പോടാന്ന് വിളിക്കുന്നത് ഏതായാലും മര്യാദ. എന്നെങ്ക നീ ഒരു അഹങ്കാരിയാന്ന് പറയാമായിരുന്നു. ഒരു ചെറിയ ശിക്ഷ നിനക്ക് വേണം. എന്നെങ്ക ഇനി ആരോടും മര്യാദ കേടായിട്ട് പെരുമാറരുത്. മനസ്സിലായോടാ? മനസ്സിലായോ? ആ, ഞാനത് മറന്നു. ജോണിച്ചാനേ നിന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു. ജോണിച്ചാനോ?
മൈസൂർ ബേക്കറി നടത്തുന്ന എന്റെ ജോണിച്ചേനെ പറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ എന്റെ വിശേഷങ്ങൾ കത്തിൽ എഴുതിയായിരുന്നു. എന്തോന്നാ നല്ല കൊച്ചാണ് ആനി എന്ന പേര് എന്നൊക്കെ. എങ്കിൽ ആ നല്ല കൊച്ചായ ആനി എന്ന പെണ്ണിനോട് എന്റെ അന്വേഷണം പറയൂന്ന് ജോണിച്ചേൻ ഇങ്ങോട്ട് എഴുതി. ഇനി തിരിച്ചെഴുതുമ്പോ നീ അങ്ങോട്ട്. നിങ്ങൾ എവിടെ പോവാ? പള്ളിയിലോട്ട് അച്ചായ. ഇന്ന് ഞായറാഴ്ച അല്ലയോ? ആ പറഞ്ഞ പോലെ ഇന്ന് ഞായറാഴ്ച ആണല്ലോ. എന്നാ ഞങ്ങളുണ്ട് പള്ളിയിലേക്ക്. നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ആഴ്ച വെക്കൊന്നും അറിയത്തില്ലെന്നേ. ഈ ചെറുക്കിന് താഴോട്ട് ഇറക്ക് ചായ. അവനങ്ങനെ സൂചിച്ചിരിക്കുന്നുണ്ടല്ലോ. അവൻ സൂയിക്കട്ടടി, അവൻ എന്റെ ചെറുക്കനല്ലയോ. അമ്മച്ചിക്ക് അസൂയ വല്യപ്പച്ച. എന്നാത്തിനാ എന്റെ തോളെ കയറി ഇരിക്കാൻ പറ്റാത്തേനോ? ആന്നോടി നിനക്ക് ഇരിക്കണോടി? ഈ ചെറുക്കിന് അടിയുടെ കുറവാ. ഓ പിന്നെ ഇനി ഇവനെ തൊടാൻ ഒരുത്തനെ ഞാൻ സമ്മതിക്കല. ഈ കൊച്ചന്റെ മൂങ്ങാ പോലിരിക്കുന്നേ എണ്ണത്തില്ലയോ? അയ്യോ എന്നാ കേട്ടോ എന്റെ ആമാശയത്തിന്റെ അണ്ടർഗ്രൗണ്ട് വെയിറ്റ് പോയല്ലോ. ആനിക്ക് അവളുടെ കോഴികളെന്ന് വെച്ചാ വലിയ ജീവനാ. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇവളുടെ കോഴിയെ പിടിച്ച് നിന്നൊന്നും ഇവക്ക് പിടിച്ചിട്ടില്ല. നീ കൊച്ചേ, നിന്നെക്കാൾ ഇഷ്ടമാ ചാണ്ടിക്ക് കോഴിയെ. ഒരു വ്യത്യാസമുള്ളൂ, നീ വളർത്തുന്നു, ഞാൻ തിന്നുന്നു. വേറൊരു വലിയ സത്യം ഞാൻ കൊച്ചിനോട് പറയട്ടോ. ഞാൻ ആരുടെ കൊച്ചൊന്നല്ല. പിന്നെ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ച് വന്നാന്നോ? എറിവിക്കാതെ മോളെ. ഒരു കാര്യം മനസ്സിലാക്ക, ഈ ലോകത്തുള്ള സകല പച്ചക്കറികളും സകല കിളികളും സകല മീനുകളും സകല മൃഗങ്ങളും എന്ന് വേണ്ട സകല ചരാചരങ്ങളും മനുഷ്യന് തിന്നാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയതാ. എങ്കിതാ പോകുന്ന പട്ടി പിടിച്ചു തിന്നും. ചാണ്ടി പട്ടിയെ തിന്നിട്ടുണ്ട്. നോക്കറിയോ, മൂത്രാശയ സംബന്ധമായ സകല രോഗങ്ങൾക്കും പട്ടിയിറച്ചി അതിവിശേഷമാണ്. കുറച്ച് സംഘടിപ്പിക്കട്ടോ. ഡ്രൈവറെ, നേരം കുറെ ആയി, വണ്ടി വിടാൻ നോക്ക്. തിരക്കുണ്ടെങ്കിലേ ഇറങ്ങി നടന്നോ. ഓ തങ്കപ്പ ചേട്ടോ, ആ വരുന്ന ആളെ കണ്ടോ? ആരാടാ? ചേട്ടന്റെ തല പൊളിച്ചവൻ. നേരാണോ? അവൻ തന്നെയാണോ? അമ്മണ്ണ ഞാൻ പാത്താൻ. നീ എവിടുത്തുകാരനാടാ തെണ്ടി? നീ എന്തിനാ പിടിച്ചു തള്ളി എന്റെ തല പൊട്ടിച്ചത്? അത് നീയായിരുന്നോ? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പക്ഷേ നിന്റെ തല പൊട്ടേണ്ട തലയാണെന്ന് ഇപ്പൊ മനസ്സിലായി. കൊച്ചനെ, ഞങ്ങൾ ഞായറാഴ്ചയിട്ട് പള്ളി പോവുക. ചുമ്മാ മെനക്കെടുത്തല്ലേ. ഒരു തല്ല് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇത് പതിവാ. പച്ചമട്ടയും സോഡയും കുടിക്കും. എന്നിട്ട് ഒരൊറ്റ ഓട്ടവാ. തണ്ടിവേദന നേർക്കിട്ട് മുന്നേ ഉണ്ടായേ ഇല്ല. വാ, പള്ളി പോകാൻ നേരായി. ഇവിടെ എത്ര മണിക്കാ കുർബാന? 10 മിനിറ്റ്. ആ എന്നാ വാ, വാടാ. വാ വാ. ഈ സോനുവിനെ തോളയിലിരുത്തിയ വല്യമ്മച്ചി അയാളുടെ 3 പേരെ തല്ലിയത് അത് ഒറ്റ കൈയുണ്ട്. വല്യപ്പച്ചന് ആരാന്ന് അറിഞ്ഞിരുന്നേലേ അവന്മാർ തല്ലാൻ വരത്തില്ലായിരുന്നു. വല്യപ്പച്ചൻ ആരാ? ഭയങ്കര റൗഡിയാ. തല്ലാൻ പോവില്ല ജോലി. ആണോ? അങ്ങനെ വരട്ടെ. നിന്റെ അമ്മച്ചി പറഞ്ഞതേ പാർട്ടിക്കാരനാ. അമ്മച്ചി, വല്യപ്പച്ചൻ റൗഡിയല്ലേ? റൗഡിയോ? ചുമ്മാ ചേടാ. തിരുവിതാംകൂർ കോൺഗ്രസ് സെക്രട്ടറി. ചേച്ചി ഞങ്ങളോട് നുണ പറയായിരുന്നല്ലേ? അയ്യോ അങ്ങനെയല്ല ആനി. പാർട്ടി പ്രവർത്തനമാകുമ്പോ ഇച്ചിരി തല്ലും ബഹളവും ഒക്കെ കാണുമല്ലോ. അല്ലാതെ ഒന്നുമല്ല. അപ്പൊ തല്ലു മാത്രമല്ല, ആൾക്കാരെ കൊന്നും കാണും. എന്റെ വല്യമ്മച്ചി, പാർട്ടി പ്രസിഡന്റ് കോരസാറെന്ന് പറഞ്ഞ ചാണ്ടിച്ചാൻ വലിയ ജീവനാ. അങ്ങേര് ചാടാൻ പറഞ്ഞാ ചാടും, ഓടാൻ പറഞ്ഞാ ഓടും, തല്ലാൻ പറഞ്ഞാ തല്ലും. കൊല്ലാൻ പറയാത്തോണ്ട് ഇതുവരെ ആരും കൊന്നിട്ടില്ല. ആരെ കൊല്ലുന്ന കാര്യമാ പറയുന്നേ? അത് ഇച്ചായ ചുമ്മാ വേറെ. കൊന്നു കഴിഞ്ഞ കോഴിയുടെ കാര്യം നോക്കാതെ നീ ഇവിടെ വന്നിരുന്ന് പുന്നാരം പറയുവന്നു. ഞാനേ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാ. ആ സ്ഥലത്ത് അപ്പടി പാറയാ. കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന കാര്യം പ്രയാസമാ. നമുക്ക് നോക്കാം. മണ്ണിനോടും മനുഷ്യനോടും മാത്രം ചാണ്ടി നോക്കുകയല്ല, അതുറപ്പാ.
ബ്രില്യന്റ്. എന്നയ്യ ഇപ്പൊ തരാടോ. ഇത്രയും ബഹുമാനപ്പെട്ട കോര സാറിന് അനിയച്ചാരുടെ കാല് പോക്ക. ഒരു 2 മാസമെങ്കിലും കിടന്നേ വെക്കൂ എന്നാ തോന്നുന്നത്. മരുന്ന് വെച്ച് പാറ പൊട്ടിക്കാൻ നോക്കി, പൊട്ടിയത് അവന്റെ കാലിന്റെ അല്ല. എന്നാ ചെയ്യാന്? കൃഷി വല്ല ഉടനെ ചെയ്തില്ലെങ്കിൽ അവനും ഭാര്യയും മോനും കുടിവെള്ളമില്ലാതെ ചാകുന്നുള്ള സ്ഥിതിയാ. അതുകൊണ്ട് കുറച്ച് ദിവസം ഞാൻ ഇവിടെ നിന്നാലോ എന്ന് ആലോചിക്കാം. പിന്നെ നമ്മുടെ ആന്റപ്പനും കുട്ടപ്പായും മൊയ്തീനും അവിടെ എന്നാടുക്കുക. അവരെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് അയച്ചിരുന്നേല് ഞങ്ങൾക്കൊരു സഹായമായനെ. ഒക്കുമെങ്കിൽ വട്ടച്ചെലവിനൊരു 10,000 രൂപയും കൂടെ കൊടുത്തയച്ചാൽ വലിയ ഉപകാരം. എന്ന് സ്വന്തം ചാണ്ടിക്കുഞ്ഞ്.